നമസ്കാരം. പിൻബില്യൺ എന്ന പ്രധാനപ്പെട്ട ഒരു പേഴ്സണൽ ആപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയാണ്. അത് തുടങ്ങുന്നതിന് മുന്നോടിയായി പുറത്തിറക്കിയിട്ടുള്ള പിൻബില്യൺ ഡെമോ എന്ന ആപ്പിൻ്റെ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പിൻബില്യൺ ഡെമോ എന്ന ആപ്പിൻ്റെ ഇനിയും കുറച്ചുകൂടെ പൂർത്തിയാക്കാനുള്ളതാണെങ്കിലും ശരി, അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ ആണ് ഞാൻ ഇതോടൊപ്പം അയച്ചു തന്നിട്ടുള്ളത്. അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇത്തരത്തിൽ സെലക്ട് യുവർ കറൻസി എന്നാണ്. ഈ കറൻസി ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം, അതായത് 60 രാജ്യങ്ങളുടെ കറൻസികളാണ് കാണാനുള്ളത്. അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കറൻസി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കറൻസി നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഇന്ത്യൻ റുപ്പി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൾ പറയുന്നു, ഈ സിമ്പിൾ ഇനി മാറ്റാൻ സാധിക്കില്ല എന്ന്. അതായത് ഇനി നമുക്ക് വേറൊരു ആപ്പ് ഉപയോഗിക്കണം, അല്ലാതെ ഈ ആപ്പിൽ ഇനി കറൻസി മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ പേജ് എന്ന് പറയുന്ന ഡാഷ്ബോർഡിൽ ഇതിൻ്റെ വിവരങ്ങളൊക്കെ കാണുന്നുണ്ട്. വേറൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് ട്രാൻസാക്ഷൻ എന്നതിലേക്കുള്ളത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷൻ. ഇതിൽ നമ്മൾ ട്രാൻസാക്ഷൻ ഒന്നും വെച്ചിട്ടില്ല. അടുത്തതാണ് ഫോർകാസ്റ്റ്. നമുക്ക് അടുത്ത സമയങ്ങളിൽ, അതായത് 90 ദിവസം വരെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് കാണുന്നത്, എന്തെല്ലാം വരവുകൾ, ചിലവുകൾ, അങ്ങനെ എന്തെല്ലാം ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ്, അതായത് പണം കൂടുതലായിട്ട് അല്ലെങ്കിൽ പണം കുറവായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തുന്നതിനാണ്. കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിനടുത്തുള്ളതാണ് ഈ നാലാമത്തത് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ടാബാണ്. ന്യൂട്രൽ ടാബിൽ വരവും ചെലവും അല്ലാതെ വരുന്ന അതാണ്. ഇതിൽ എല്ലാ പേജിലും കാണിച്ചിട്ടുള്ള പച്ച നിറത്തിലുള്ള ടാബും പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒരുതരം നീല നിറത്തിലുമുള്ള പ്ലസ് മൈനസ് സീറോ ബട്ടണുകൾ കാണാൻ സാധിക്കും. പ്ലസ് എന്നത് ഇൻകം, വരവുകളും, ചുവപ്പിലുള്ള മൈനസ് എന്ന് പറയുന്നത് ചിലവുകളും, ഈ സീറോ എന്ന് പറയുന്ന ന്യൂട്രലിനും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ന്യൂട്രൽ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഉപയോഗിക്കുന്നത്, ആരും ഉപയോഗിച്ചിട്ടില്ലാത്തതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന കണക്കുകളൊന്നും തന്നെ മറ്റ് ട്രാൻസാക്ഷനുകളിലേക്ക് കണക്ക് കൂട്ടുന്നതല്ല. അതായത് മറ്റ് ട്രാൻസാക്ഷനുകളിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കണക്ക് കൂട്ടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കുറച്ച് പേര് കൂടി ഭക്ഷണം കഴിച്ചു, അതിന് ബില്ല് നിങ്ങളാണ് അടയ്ക്കേണ്ടത്. അത് നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ അതിനുള്ള പൈസ അടച്ചു. നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പോയിട്ടില്ലാത്തത് കൊണ്ട് പൈസ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ന്യൂട്രൽ അക്കൗണ്ട് ഉള്ളതിൻ്റെ പേരിൽ ഇതിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ ഹോട്ടൽ ബില്ല് ഇത്ര രൂപ അടച്ചു എന്ന് നിങ്ങൾക്ക് അതിൽ എഴുതി വയ്ക്കാം. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അന്ന് ഞാനൊരു 5000 രൂപ ഹോട്ടൽ ബില്ല് അടച്ചിട്ടുണ്ടല്ലോ, ആ പൈസ വേണം എന്ന് അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഈ ന്യൂട്രൽ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈ പൈസ ട്രാൻസാക്ഷനിലേക്ക് മാറ്റാം. അങ്ങനെയുള്ള ഒരു പുതിയ ഒരു സംഗതിയാണ് ഈ പറയുന്ന ന്യൂട്രൽ അക്കൗണ്ട്. അപ്പം ന്യൂട്രൽ അക്കൗണ്ടിലേക്ക് എല്ലാം പോകുന്നതിനാണ് നമുക്ക് ഈ 3 കീകൾ വെച്ചിട്ടുള്ളത്: ചുവപ്പ്, പച്ച, നീല. അപ്പോൾ അതിലിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നീലയിലേക്ക് ഞാൻ ടച്ച് ചെയ്യുമ്പോൾ ആഡ് എൻട്രി, ആഡ് ഓർ എഡിറ്റ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇതിൽ ഇൻകം, എക്സ്പെൻസ്, ന്യൂട്രൽ എന്ന് കാണുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻകം ആണെങ്കിലും ശരി, നമുക്കത് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും നമുക്കിത് മാറ്റാവുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ, ഇപ്പം ഞാനത് എക്സ്പെൻസിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനത് ഒരു
കടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രോസറീസ് ആണത് എന്ന് വിചാരിക്കുക. ഗ്രോസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലചരക്കുകൾ. അപ്പോൾ ഞാൻ ഈ ഗ്രോസറീസ് എന്ന് പറഞ്ഞു, ഈ ഗ്രോസറീസ് എന്ന് ഞാൻ അടിച്ചു. എമൗണ്ട് ഒരു 500 രൂപയ്ക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് എക്സ്പെൻസാണ്. ഡേറ്റ് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബിൽസ് ആൻഡ് യൂട്ടിലിറ്റീസ് എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള അത് തിരഞ്ഞെടുക്കാം, കാറ്റഗറി തിരഞ്ഞെടുക്കാം. കാറ്റഗറി ഞാനിതിപ്പോൾ ഫുഡ് ആൻഡ് ഡൈനിങ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഇതിന് ഏത് വേണമെങ്കിലും ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, വാലറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് 500 രൂപ അടച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കും. പിന്നെ റിക്കവറിങ് മറ്റേത് തുടർന്നായിട്ട് വേറെ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഈ സംഗതി ഞാനിവിടെ സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതിൻ്റെ ട്രാൻസാക്ഷനിലാണ് കാണാൻ പറ്റും. ആ ട്രാൻസാക്ഷനിൽ ഗ്രോസറീസ് എന്നാണ്. ഈ ഗ്രോസറീസ് എന്നുള്ളത് നമ്മൾ അപ്പം മാറ്റിയ പോലെ തന്നെ ഇതിങ്ങനെ വെച്ച് അമർത്തി ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് കാണാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ നമുക്ക് എക്സ്പെൻസ് എന്നുള്ളത് തെറ്റായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്, ഇൻകമാണ് അല്ലെങ്കിൽ ഇത് ന്യൂട്രലാണ് എന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ എമൗണ്ടിൽ മാറ്റമോ അല്ലെങ്കിൽ ഡേറ്റിലോ അതുപോലെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ മാറ്റം വരുത്തിയിട്ട്, അതല്ല ഈ ട്രാൻസാക്ഷൻ തന്നെ മാറ്റണമെങ്കിൽ ഇതിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. ഈ ട്രാൻസാക്ഷൻ തന്നെ ഇല്ലാണ്ടാവും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതാണ് ഇതിൻ്റെ സംഭവം. നമുക്ക് ഇത് ഡാഷ്ബോർഡിൽ വന്നു -500, കാരണം പൈസ ഇല്ല, മൈനസാണ്. ഈ പൈ എന്ന് പറയുന്നത് കാറ്റഗറി മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കാറ്റഗറിയിൽ ഒരു കാറ്റഗറി നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആകെ കിട്ടിയിട്ടുള്ള എല്ലാ ഒരു കാറ്റഗറി പറ്റിയാണ് അതിൽ കാണിക്കുന്നത്. ഈ കാറ്റഗറിയും ഒരു മാസത്തിന് നമുക്ക് കിട്ടും. ഒരു മാസം എന്നല്ല, ആ പീരീഡിന് ഏത് പീരീഡാണെങ്കിലും അതിനുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഈ സംഗതി. നമ്മൾ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഡൈനിങ് എന്ന് പറഞ്ഞതിൽ നമ്മൾ 500 പറഞ്ഞിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് ഇതൊരു 4000-ന് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അലർട്ട് വേണം എന്ന് വെച്ച് സേവ് ചെയ്ത് ഇതിൽ അലർട്ട് വരും. 4000 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് കൂടെ അലർട്ട് വരും, കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതാണ് കാറ്റഗറി. പൈ ചാർട്ട്. ഇത് 60 ഡേ ഫോർകാസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു എൻട്രി മാത്രം വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അതിൽ പറയാനില്ല. റീസെൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് താഴെ കാണിക്കുന്നത് ഒരു എൻട്രി മാത്രമായിട്ടുള്ളൂ. ഫുൾ ട്രാൻസാക്ഷൻസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലൊരു സാലറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സാലറി എന്നുള്ളത് എനിക്ക് ഇവിടെ പറയാം. സാലറി 50,000 എന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് ചേർന്നു. എനിക്ക് പൈസ കിട്ടിയത് 28-ാം തീയതി അല്ല കിട്ടിയത്, എനിക്ക് 10-ാം തീയതിയാണ് കിട്ടിയത്, ഡിസംബർ. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. എന്നിട്ട് കാറ്റഗറി ഞാൻ എന്ത് ചെയ്തു, സാലറിക്ക് കൊടുത്തു. അങ്ങനെ ഇത് സാലറിയെ പറ്റി പറയുമ്പോൾ എനിക്ക് അത് എല്ലാ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കത് റിക്കവറിങ് ആയിട്ട് വയ്ക്കാം. മന്ത്ലി റിക്കവറിങ് ഉണ്ട്, വീക്ക്ലി, ബൈ മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി, കസ്റ്റം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും മന്ത്ലിയാണ്. എല്ലാ മാസവും നമുക്ക് ശമ്പളം കിട്ടുന്നതാണ്. അപ്പോൾ ആ കിട്ടുന്നത് എന്നാണ് അടുത്ത ഡ്യൂ ഡേറ്റ് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് 10-ാം തീയതിയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത മാസം എനിക്ക്, അതായത് എല്ലാ മാസവും എനിക്ക് 1-ാം തീയതിയാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സെലക്ട് ഡേറ്റ്, അടുത്ത ഡ്യൂ ഡേറ്റ് ജനുവരി 1 കൊടുത്തു കഴിഞ്ഞിട്ട് ജനുവരി 1 മുതലുള്ള എല്ലാ 1-ാം തീയതികളിലും ഈ പൈസ നമുക്ക് വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് നമുക്ക് നമ്മുടെ കണക്കിൽ ഫോർകാസ്റ്റ് ചെയ്യും. ഇത് എൻഡിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോണാണ് വാങ്ങിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു 60-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് ആ ലോൺ അവസാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതെന്നാണ്, ഏത് മാസം, ഏത് വർഷത്തിൽ, ഏത് ദിവസത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മളത് കണക്ട് ചെയ്ത് അത് എഴുതി അത് കൊടുത്തു കഴിഞ്ഞാൽ അതുവരെയാണ് ആ റിക്കവറിങ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഈ പറയുന്ന ഓരോ മാസത്തിലുള്ളത് റിക്കവറിങ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വർഷത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതോടെ സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് എൻഡിങ് നമുക്ക് വേണമെങ്കിൽ
ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ സാലറി സംബന്ധിച്ചിടത്തോളം നമുക്ക് റിട്ടയർ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം നമ്മൾ അവസാനിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയെങ്കിൽ ആ ഡേറ്റ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് വരെയാണ് നമുക്ക് ഈ സംഭവം വരുള്ളൂ, ഈ റിക്വയറിങ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ സ്കാൻ ചെയ്യുന്നതിനുള്ള ഒരു ഏർപ്പാടുണ്ട്. അത് ബില്ലുകളൊക്കെ നമുക്ക് വരുമ്പോൾ ഒരു ബില്ല് വരികയാണെങ്കിൽ ബില്ലിൻ്റെ വിവരങ്ങൾ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യേണ്ട, ഈ പറഞ്ഞ് നമ്മൾ ഓഡിയോ കൊടുക്കുന്നതായി തന്നെ ഇതിൽ സ്കാൻ ചെയ്യാൻ സാധിക്കും. അത് പിന്നെ നമുക്ക് കാണിക്കാം. ഞാനിത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് റിക്കവറിങ് ആയതിൻ്റെ പേരിലാണ് ഇതിൻ്റെ സാലറിയുടെ അപ്പുറത്ത് ചെറിയ ചിഹ്നം വന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും എന്താണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് എക്സ്പെൻസ് അല്ല എന്നതുകൊണ്ട് സ്പെൻഡിങ് കാറ്റഗറിയിൽ വന്നിട്ടില്ല. 60യുടെ ഫോർകാസ്റ്റിൽ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുള്ള 2 എൻട്രീസ് ഉള്ളതിൻ്റെ പേരിൽ ഒരു 500 രൂപേൻ്റെ പേരിലാണ് ഇവിടെ നമുക്ക് ആദ്യത്തത് ഫസ്റ്റ് തന്നെ 49,500 വന്നിട്ടില്ല. കാരണം 10/12 50,000 കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രോസറി 28-ാം തീയതിക്ക് ചിലവ് വന്നിട്ടുള്ളതുകൊണ്ട് ഇന്ന് 28-ാം തീയതി അതിൻ്റെ പേരിൽ നാളെ 29 മുതലുള്ള ഫോർകാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. 29, 30, 31. 1-ാം തീയതി പൈസ കൂടി, അതായത് വീണ്ടും 50,000 രൂപ നമ്മൾ പറഞ്ഞ മാതിരി സാലറിയുടെ കയറി. ഇത്ര വന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത ഫെബ്രുവരിയിൽ പിന്നെ ഇത് 60 ദിവസത്തെയാണ്. ഇനി അപ്പുറത്തുള്ളതാണ് 90 ദിവസത്തേക്കുള്ളത്. പിന്നെ നമുക്ക് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന 3-ാമത്തെ ടാബിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇതിലിപ്പോൾ പീരീഡ് നമ്മൾ 60 7 ദിവസം, 14 ദിവസം, 30 ദിവസം, 90 ദിവസം വരെ വരണം. 90 ദിവസമാണെങ്കിൽ 90 ദിവസത്തിൽ ആ ഡേറ്റ് ഇതാണ്. അതിൽ എത്ര രൂപ ഉണ്ടായിരിക്കും, എത്ര ഇൻകം ഉണ്ടാവും, എത്ര എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ കാണാം. അതാണ് അത്. ഇത് 7-ഡേ ഫോർകാസ്റ്റ് ഒന്നും കൂടെ വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നതാണ്. അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാനിതിൽ ഇവിടുത്തെ സെറ്റിങ്സ് പ്രകാരം ഒരു സംഖ്യ ഇട്ടുണ്ട്, 14,000. ആ സംഖ്യയിൽ കൂടിക്കഴിഞ്ഞാൽ അതിൽ, അല്ലെങ്കിൽ ഈ 5,000 എന്ന് പറയുന്നതിൽ കുറയുമ്പോൾ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് എത്ര ഉണ്ട് എന്നറിയിക്കാനാണ് ആ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഈ കണക്ക് പ്രകാരം, ഇപ്പോൾ കൊടുത്ത കണക്ക് പ്രകാരം 90 ദിവസത്തിൽ 10,000 രൂപ ഇപ്പോൾ 90 ദിവസം തന്നെ വന്നിട്ട്. കാരണം നമ്മൾ വേറെ എക്സ്പെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. 5,000 രൂപ പോകണം നമ്മൾ പറഞ്ഞത്, 10,000 രൂപ ഉണ്ട്. പിന്നെ ബിലോ 5,000 എന്ന് പറയുന്നത് ഒന്നും കൊടുത്തിട്ടില്ല, 0 ആണ്. അതായത് എല്ലാം നമുക്ക് അറിയാം. പിന്നെ അപ്പോൾ ലോവസ്റ്റ് ബാലൻസ്, ഹയസ്റ്റ് ബാലൻസ് ഒക്കെ നമുക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ ഇതേപോലെ നമുക്ക് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സ്പെൻസ് ക്രെഡിറ്റ് കാർഡ്, ഈ ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസ് നമുക്ക് എത്രയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ, ഞാനിതിൽ ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസ് 2,500 രൂപ ഞാൻ ഇത് അടയ്ക്കേണ്ട ഡേറ്റ് എന്തായാലും ഡിസംബർ, ജനുവരി 5-ാം തീയതിയാണ് അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാസം അത് ബില്ലാണ്, അത് കറക്റ്റാണ്. ഇത് ക്യാഷല്ല, ബാങ്ക് ട്രാൻസ്ഫറാണ്. അത് റിക്കറിങ് ആണ്, എല്ലാ മാസവും വരുന്നതാണ്. എന്നാണ് ഡേറ്റ്, 5-ാം തീയതി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ബിൽ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ജനുവരി 5-ആണ്. ഈ ജനുവരി 5 അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അവസാനിപ്പിക്കുക എന്നുള്ളത് ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതാണ് ഫ്യൂച്ചർ എൻട്രി. ഈ ഫ്യൂച്ചർ എൻട്രിയിൽ നമുക്കൊരു ടിക്ക് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഇങ്ങനെ ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ ഡേറ്റ് 5/1 എന്ന് പറയുന്നത് ഇന്ന് 28 ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ അതിൻ്റെ പേരിൽ അതിൽ ഒരു സംഖ്യ നമുക്ക് നമ്മൾ ചേർക്കാതെ, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്
ചേർക്കാതെ നമ്മൾ ചേർക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രാൻസാക്ഷനായിട്ട് മാറ്റണമെങ്കിൽ ഇത് ടിക്ക് ചെയ്താൽ. അപ്പോൾ 5/1 ഇന്ന് 28 അപ്പോൾ 5/1 അടുത്ത മാസം 5/1 5 മാസത്തിൽ 5 ഈ ഈ ട്രാൻസാക്ഷൻ ഈ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ശരിയായ ട്രാൻസാക്ഷനായിട്ട് മാറും. ഇത് ടിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇവിടെ ഡയഗണലായിട്ട് നമുക്ക് ആ സംഭവം നമുക്ക് കാണിച്ചു തരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം അത് കാണിക്കാൻ വഴിയില്ല, കാരണം ഇപ്പോഴത്തെ സിസ്റ്റം ഡേറ്റ് അത്ര ആയിട്ടില്ല. എന്തായാലും ശരി, ഇപ്പം നമ്മൾ ഇത് ടിക്ക് ചെയ്തിട്ടില്ല. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വരെ വേറൊരു വ്യത്യാസമാണ് വരുന്നത്, ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം. അപ്പം ഞാനിത് സേവ് ചെയ്തു. ഇപ്പോൾ അതാണ് മറ്റുള്ള 2 ട്രാൻസാക്ഷനുകൾക്കും വ്യത്യാസമായിട്ട് ഇതൊരു സിൽവർ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു കളർ വ്യത്യാസത്തിൽ കാണാം. പ്രത്യേകിച്ച് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫ്യൂച്ചർ ട്രാൻസാക്ഷനിൽ നമുക്ക് ആദ്യ ദിവസമാകുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇതിലേക്ക് ഒരു ഡയഗണലായിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗകര്യമായിട്ട് ചിലവ് എത്രയാണ് വരവ് എത്രയാണ് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ സാധിക്കും. ഈ മാറ്റം നമുക്ക് ഈ 60-ഡേ ഫോർകാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് മാറും. ഇതിൽ നിന്നും വ്യത്യാസങ്ങൾ വരുന്നതാണ്. ക്രെഡിറ്റ് കാർഡിൽ 2500 രൂപ കുറവ് വന്നിട്ടുണ്ട്. അത് 5/1 അപ്പോൾ 5-ാം തീയതി 99,500 നിന്നും ഈ 2,500 രൂപ വ്യത്യാസം വന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ 5-ാം മാസം അടുത്ത മാസം 5-ാം തീയതി വീണ്ടും വ്യത്യാസം വന്നു. 54,500 എത്തി, മറ്റേ 147,000. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിലപ്പോൾ കറണ്ട് ബാലൻസ് വന്നു. കറണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബാലൻസാണ്. അതിൽ ഇൻകവും എക്സ്പെൻസും സേവിങ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. കാറ്റഗറി നമ്മൾ ഒന്ന് മാത്രമേ കൊടുത്തുള്ളൂ, അതിൻ്റെ പേരിൽ അത് അത്രയ്ക്കായിട്ടുള്ള. പിന്നെ ഇതിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളൊരു കാര്യമാണ്, ഇതിൽ 3 ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ അതിൽ ആപ്പ് ലോക്ക് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക്കായി. ഇനി നമ്മൾ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ശരി ഈ ഫിംഗർ പ്രിൻ്റ് വേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇനി നമുക്ക് ഫിംഗർ പ്രിൻ്റോട് കൂടിയിട്ടാണ് മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൽ വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു എൻട്രി കൂടെ ഞാൻ വരുത്താണ്, ന്യൂട്രൽ. ഇതിൽ ഞാൻ പറയുന്നു, രാജു എന്ന് പറയുന്ന ആൾ ഒരു ഹോട്ടൽ ബില്ല് അടച്ചു. അതിന് അയാൾക്ക് 2,500 രൂപ ചിലവാകും. അടച്ചത് 28-ാം തീയതി തന്നെ അടച്ചു എന്ന് വിചാരിച്ചു. ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും വരില്ല, എവിടെയും വരില്ല, ആകെ വരുന്ന ന്യൂട്രലിൽ മാത്രമേ. വേറെ ഒരു ട്രാൻസാക്ഷനിലും ഇത് വരില്ല. അത് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ മാത്രം, വീണ്ടും നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാറി എഡിറ്റ് ചെയ്യാം. ഇതിൽ നിന്നും എക്സ്പെൻസിലേക്കോ ഇൻകത്തിലേക്കോ എന്തിലേക്കാണെങ്കിലും മാറ്റുന്നതോടുകൂടിയാണ് ഇതിന് മാറ്റം വരുള്ളൂ. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല, താഴേറ്റോ ഡിലീറ്റ് വന്നതുണ്ട്. ഇതാണ് ന്യൂട്രൽ ട്രാൻസാക്ഷൻ്റെ ഒരു ഭാഗം. പിന്നെ ഡാഷ്ബോർഡിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു. ഡാഷ്ബോർഡിൽ ഒന്ന് മാത്രം കാണുന്നതിൻ്റെ കാരണം നമുക്ക് ഒരു ട്രാൻസാക്ഷനും കൂടി വേണമെങ്കിൽ എടുക്കാം. ഞാൻ ട്രാവൽ എക്സ്പെൻസ് പറയുകയാണ്. അപ്പോൾ ട്രാവൽ എക്സ്പെൻസസ് നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രാവൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് നമുക്കൊരു 3,000 രൂപ വന്നിട്ടുണ്ട്. അപ്പം അത് 20-ാം തീയതിയാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് അതൊരു ട്രാൻസ്പോർട്ടേഷനാണ് വെച്ചിട്ടുള്ളത്, വെച്ച് സേവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്താണ് വ്യത്യാസം നോക്കാം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് 3,000 രൂപ, മറ്റേ ഫുഡ് ആൻഡ് ഡൈനിങ്ങിന് 500 ആയതിന്
ഇതിലും നമുക്ക് ലിമിറ്റ് വയ്ക്കാം. അതിന് 4 ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അതേമാതിരി നമ്മൾ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ലിമിറ്റ് പ്രകാരം നമുക്ക് വിവരങ്ങൾ പറയാം. നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നതാണ് വിവരം. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. എന്തായാലും തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഓരോന്നായിട്ട് അറിയിക്കാം. പിന്നെ അതുപോലെ ഇതിൽ ഈ 3 ബട്ടൺസ് നോക്കുമ്പോൾ ഇതേപോലെ എക്സ്പോർട്ട് ടു CSV, എക്സ്പോർട്ട് ടു എക്സൽ, എക്സ്പോർട്ട് ടു ഗൂഗിൾ ഷീറ്റ്, എക്സ്പോർട്ട് ടു PDF എന്നൊക്കെ കാണാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരതിൻ്റെ ടൈം പറയും, ഡേറ്റ് പറയും. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് PDF ആക്കേണ്ടത് അല്ലെങ്കിൽ എക്സൽ ആക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ട്രാൻസാക്ഷനിലെ നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ച് ബട്ടണുകളാണ് കാണിക്കുന്നത്. ഇൻകം മാത്രം, എക്സ്പെൻസ് മാത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിക്കറിങ് മാത്രം, അല്ലെങ്കിൽ ഡേറ്റ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റു വിളിച്ചിട്ട് ഇന്നത്തെ, ഈ ആഴ്ചയിലെ, ഈ മാസത്തെ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസുകൾ മാത്രമായിട്ട് എടുക്കാനായിട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിൽ റീസെൻറ്റ് ട്രാൻസാക്ഷൻ കിട്ടുന്നത്. റീസെൻറ്റ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ എപ്പോഴാണ് ഈ ട്രാൻസാക്ഷൻ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് എന്നുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ട്രാൻസാക്ഷൻ്റെ ഡേറ്റാണ്. ട്രാൻസാക്ഷൻ ഡേറ്റ് 20/12 പക്ഷെ നമ്മൾ ട്രാൻസാക്ഷൻ എൻട്രി കൊടുത്തത് 28-ാം തീയതിയാണ്, ആ സമയത്തിനാണ്. അപ്പോൾ അതിനുള്ളതാണ് റീസെൻറ്റ് ട്രാൻസാക്ഷൻ എന്നത്. ട്രാൻസാക്ഷനിൽ വരുന്നത് ഡേറ്റ് ഫിക്സാണ്. ഏത് ഡേറ്റാണ് ട്രാൻസാക്ഷൻ നമ്മൾ അതാണ്. അല്ലാണ്ട് നമ്മൾ ആക്ച്വലി ചെയ്തിട്ടുള്ള സിസ്റ്റം ടൈം വെച്ചിട്ടല്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ കറണ്ട് ബാലൻസ്, പ്രൊജക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ്, ന്യൂട്രൽ, എന്തായാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാണ്ടായിരിക്കും വിചാരിക്കുന്നു. ഇവിടെ ഈ ചെറിയ വിവരണം